ഹായ് ഓൾ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, നിലത്തിറങ്ങാതെ. ഞാൻ ഇവർക്കൊക്കെ വെള്ളം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ആള് നിലത്തിറങ്ങാതെ എൻ്റെ ഒക്കെ ഇറങ്ങിയ ഞാനിവിടെ വരണമെന്ന് പറഞ്ഞു. പശുക്കളെ കണ്ടിട്ട് കുറച്ചായില്ലേ? നിലത്തില്ലോക്കളെ ഇവിടെ നിൽക്കുവോ? പൊന്നല്ലേ, എത്തുന്നില്ലടാ. ഇവനെ വെച്ചോണ്ട് നോക്കൂല, നടുപൊടിയും. പശുക്കളെ കണ്ടിട്ട് കുറച്ചായില്ലേ? അല്ല, അപ്പോൾ നമുക്ക് അവരുടെ വീഡിയോ കൂടെ ഇപ്പം ഒന്ന് കാണാം. ഇങ്ങോട്ട് തിരിഞ്ഞേ. എല്ലാവരും എവിടെയൊക്കെ കിടക്കുക ഓരോരുത്തർ. ഇന്ന് നല്ല മഴയുടെ ഒരു ചെറിയ മന്ദത പോലെ ഇങ്ങനെ നിൽക്കുക. ഞാനിവിടെ വരുന്നാ? ആ വാ. ഇവിടെ ക്ലീൻ അല്ല, അവിടെ നിന്നാൽ മതി. ഓക്കെ. കല്യാണിയുടെ ഡേറ്റൊക്കെ അടുത്ത് വരുവാണ്. ഇൻഷാ അല്ലാ കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു 10 ദിവസത്തിനകത്ത് ഉണ്ട്. നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ തന്നെ, കിടപ്പ് തന്നെ. കല്യാണി 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 എണീരടി കല്യാണി. എന്നെ ഇത്ര നേരം നിൽക്കുമായിരുന്നല്ലേ? ഡെലിവറി കഴിയുമ്പോഴാണ് താണ്ഡവം, ചവിട്ട് നാടകം. ഇപ്പം തന്നെ താണ്ഡവമാണ്, ചവിട്ട് നാടകം ഡെലിവറി കഴിയുമ്പോഴത്തേക്ക്. എന്തരാ അതോ? ആ, അത് ബേബി അല്ലേ? ഉണ്ടോ? അമ്മയുടെ വയറ്റിൽ ബേബി ഉണ്ടോ? ആഹാ, ഒരു വയറ്റിൽ ബേബി ഉണ്ടോ ഓടി? ആ, ഉണ്ട്. കല്യാണിയുടെ ബേബിയാണ് ഫസ്റ്റിലെ വരുന്ന ബേബി. ബോയ് ബേബിയാണോ ഗേൾ ബേബിയാണോ? ഗേൾ ബേബി. എൻ്റെ മോനിക്ക് ഗേൾ ബേബിയാണ് ഇഷ്ടം, അതാണ് ഇഷ്ടം. കല്യാണിയുടെ ഒരു ഗേൾ ബേബി കിട്ടിയാൽ മതി. മാഷാ അല്ലാ, ഒരു കുഴപ്പമില്ലാതെ ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, ഒരാപത്തും ഇല്ലാതെ കിട്ടിയാൽ മതി. ആ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഓട്ടോറിക്ഷ വരും. ആ, ഓടി വരും. എവിടെ പോവാ? ഉടുപ്പിൻ്റെ എവിടെ പോണേ? അയ്യോ, വെള്ളം തുറന്നാ? പശുമ്പായാ? ആഹാ, അയ്യോ എനിക്ക് വയ്യേ. നീ എന്തുവാടാ ഈ പറയുന്നു? ഇനി വാ, എവിടെ പോണേ? ഇങ്ങി വന്നേ, അവിടെ കല്ലിൽ വീഴും. ബാ, നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ടേ നമുക്ക് പോയി മീൻ മേടിക്കാൻ പോണ്ടേ? ഗോൾഡ് ഫിഷിനെ മേടിക്കണ്ടേ? യെസ്. ഇത്ര ദേഷ്യം എന്തിനാ? കിളിയേ? കിളി എന്തിന്? പൈസ കൊടുത്ത് മേടിച്ചോണ്ട് വന്നിട്ട് മേലേക്ക് പറത്തി വിടണം. ഓർഡറ? ആ, നമുക്ക് മേടിക്കാം. എന്തൊരു ഭാഷ. ബാ, നമുക്ക് മേലോട്ട് പോവാം. ബാ. ആൾക്ക് ചില ദിവസമൊന്നും ഒരു കുഴപ്പമില്ല, ചില ദിവസം നിർബന്ധമാണ്. ഇവക്ക് ഇടയ്ക്ക് വെച്ചിട്ട് വയ്യാതെ ആയിപ്പോയി. വയ്യാതെ തന്നെ വയറിനൊരു പ്രശ്നം വന്ന് പിന്നെ അങ്ങ് ഓക്കെ ആയി. ഇപ്പോൾ ആളോക്കെയാണ്. ഇവളാണ് കറമ്പി പശു. അവള് പേരില്ല, സുർമിയുടെ മോള്. ഓറഞ്ച്. ഇതാ തുണി അലക്കണ്ടേ? നമുക്ക് കുറച്ച് തുണി അലക്കാനുണ്ട്, അപ്പോൾ അതൊക്കെ അലക്കിയിട്ട് വരാം. ബാ.
ആ ചെറിയ അവനിക്കാണ് വയ്യാത്തത്. ഇന്നിപ്പോൾ കുഴപ്പമില്ലാതെയൊക്കെ പോകുന്നു. ഇവിടെ തകൃതിയായി തുണിയലൊക്കെ കിടക്കുക. എടോ മാഷേ, ഇയാൾ എന്ത് ചെയ്യാ? അത് ആരുടെ ഡ്രസ്സാ? എൻ്റെ ഡ്രസ്സാ? കൊച്ചിൻ്റെ ഉത്തരവാദിത്തം കണ്ടോ? ഫിഷിന് മേടിച്ചല്ലോ അല്ലേ? നമ്മളെന്താ ഫൈറ്ററിനെ മേടിച്ചേ? ആ പൊട്ടിച്ചു തരാം. പിന്നെ നമ്മളൊരു ഓട്ടോറിക്ഷ മേടിച്ചു അല്ലേ? അങ്ങനെ സമാധാനമൊക്കെ ആയിട്ടിരിക്കുക. ഫൈറ്ററിനെ മേടിച്ചത്. ഓക്കെ, പശുവിനെ കറക്കാൻ ആൾ വന്നു കേട്ടോ. അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി. മറ്റോ എന്തിയടാ? എന്തിയടാ? അവന് വയ്യപ്പോൾ എന്താ പറ്റിയെന്ന് അറിയില്ല. ഹായ് ബേബി, കഴിച്ചോ? കഴിച്ചിട്ട് കിടക്കുവാണോ? കയറി അങ്ങോട്ടോടാനല്ല, കൂട്ടിപ്പോയി കയറി. സന്ധ്യയായി, വാ. നമ്മുടെ കല്യാണി നിൽക്കുന്നുണ്ടോ? കുറച്ച് ദിവസം കൂടെയൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കനും കൂടെ ഒന്ന് ഓണാക്കി ഇടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.